ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനവും ഈ വീഡിയോ കാണുന്ന ഏവർക്കും ഉണ്ടാകട്ടെ. ഈ വീഡിയോ കാണുന്ന ഏവരെയും IAGM എക്കോ സ്വാഗതം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനോടനുബന്ധിച്ച് ഈ ലോകത്തിൽ വിവിധമായുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നതിന് അടയാളമായി യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ സഭയിൽ നടക്കുന്ന ചില അടയാളങ്ങൾ, യഹൂദനിൽ നടക്കുന്ന ചില അടയാളങ്ങൾ, അതുപോലെ ലോകത്തിൽ നടക്കുന്ന ചില അടയാളങ്ങളെക്കുറിച്ചും ഇതിനു മുൻപ് പല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദയവായി ആ വീഡിയോകളെല്ലാം IAGM എക്കോ എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്നാൽ ഈ വീഡിയോയിൽ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ ലോകത്തിൽ അവിടെവിടെയായി മഹാവ്യാധികൾ വ്യാപിക്കും എന്നും രണ്ടാമത്തേത് ക്ഷാമങ്ങൾ വർദ്ധിക്കും എന്നും യേശുക്രിസ്തു അടയാളമായി മുന്നറിയിച്ചിട്ടുണ്ട്. അതിൽ മഹാമാരിയെക്കുറിച്ചും ക്ഷാമങ്ങളെക്കുറിച്ചും ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ദയവായി ശ്രമിച്ചാലും ലോകത്തിൽ നടക്കുന്ന ക്ഷാമങ്ങളിൽ ഒന്ന് ആഹാരക്ഷാമം ഉണ്ടാവും. ഈ ഭൂമിയിൽ ആത്മീക തലത്തിൽ ആത്മീക ക്ഷാമവും ഉണ്ടാകും. അതിനാധാരമായി ആമോസ് പ്രവചനത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ലോകത്തിൽ ഉള്ള സകല ജാതികളോടും സുവിശേഷം അറിയിക്കപ്പെടും, അപ്പോൾ അവസാനം വരും എന്നുമാണ് യേശു കർത്താവ് പറഞ്ഞത്. എന്നാൽ തിരുവചനം കേൾക്കുവാൻ കഴിയാത്ത ക്ഷാമം വരും എന്ന് യേശു അവിടെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും പ്രവാചകനായ ആമോസ് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുകയാണ്. ആഹാരത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ദൈവത്തിന്റെ തിരുവചനം കേൾക്കുവാൻ കഴിയാത്ത വലിയ ക്ഷാമം ലോകത്തിൽ സംഭവിക്കുമെന്ന് ആമോസ് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു. അപ്പോൾ യേശുവിന്റെ വരവിന് മുൻപ് നടക്കുന്ന ക്ഷാമത്തിൽ രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് ആത്മീക ക്ഷാമം, അല്ലെങ്കിൽ തിരുവചനം കേൾക്കുവാൻ കഴിയാത്ത ക്ഷാമം. ഇന്ന് ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ സുവിശേഷീകരണം എന്ന് പറയുന്നത് വളരെ വിപുലമായി വിവിധ മേഖലകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്യയോഗങ്ങൾ, കൺവെൻഷൻ യോഗങ്ങൾ, കാത്തിരിപ്പ് യോഗങ്ങൾ, സഭായോഗങ്ങൾ, ഉപവാസ പ്രാർത്ഥനകൾ, യൂത്ത് ക്യാമ്പുകൾ, തന്നെയുമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയുള്ള യൂട്യൂബ്, വാട്സാപ്പ് എന്ന് പറയുന്ന വിവിധ മേഖലകളിലൂടെ സുവിശേഷത്തിന്റെ പ്രഘോഷണങ്ങൾ വളരെ ശക്തമായി ഇന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ദൈവമക്കളെ ദൈവം വിവിധ നിലകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രവാചകനായ ആമോസിലൂടെ ദൈവം അരുളി ചെയ്തത് ദൈവവചനം കേൾക്കുവാൻ കഴിയാത്ത ക്ഷാമം ലോകത്തിൽ കടന്നു വരും എന്ന് പ്രവാചകൻ ആത്മാവിനാൽ മുന്നറിയിപ്പാനിടയായി. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾപ്പാൻ കഴിയാത്ത ക്ഷാമം വരുന്നു. സുവിശേഷീകരണത്തിന്റെ അല്ലെങ്കിൽ തിരുവചന പ്രഘോഷണത്തിന്റെ ഉദ്ദേശം എന്താണ്? പുതിയ നിയമത്തിൽ ആദ്യം സുവിശേഷത്തെ പ്രസംഗിക്കുവാൻ ഇറങ്ങി വന്നത് സ്നാപക യോഹന്നാനാണ്. സ്നാപക യോഹന്നാൻ ദൈവവചനത്തെ പ്രസംഗിച്ചത് പ്രത്യേകമായ രണ്ട് കാര്യങ്ങളെ ഉദ്ദേശിച്ചാണ്.
മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ അവിടെ കാണുന്നത്, മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ എന്ത് ഉദ്ദേശത്തോടുകൂടിയാണ് തിരുവചനം പ്രസംഗിക്കപ്പെടുന്നത്? സ്നാപകയോഹന്നാൻ പറയുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ 2, ജനം മാനസാന്തരപ്പെടണം. ഇതാണ് സുവിശേഷീകരണത്തിന്റെ ഉദ്ദേശം. എന്നാൽ സ്നാപകയോഹന്നാന്റെ മരണശേഷം യേശു പ്രസംഗിക്കുമ്പോഴും മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് സുവിശേഷീകരണത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് കർത്താവ് അവിടെ പറഞ്ഞു. അപ്പോസ്തലന്മാരിൽ പ്രധാന അപ്പോസ്തലനായ പത്രോസ് തന്റെ സുവിശേഷത്തെ പ്രസംഗിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക, മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ള സുവിശേഷമാണ് തിരുവചനത്തിലൂടെ പത്രോസ് അവിടെ പ്രസംഗിപ്പാനിടയായത്. എന്നാൽ പിന്നീടത്തതിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ സുവിശേഷത്തെ അദ്ദേഹം പ്രസംഗിപ്പാനിടയായി. അദ്ദേഹം പ്രസംഗിക്കുന്ന 1 കൊരിന്ത്യർ 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്നാൽ 2 തീമോഥെയോസ് 2-ാം അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങളിൽ അദ്ദേഹം സുവിശേഷീകരണത്തെ കുറിച്ച് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു ദാവീദിന്റെ സന്തതിയിൽ ജനിച്ച് വളർന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ആ ക്രിസ്തുവാണ് ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷീകരണത്തിന്റെ ഉദ്ദേശം മാനസാന്തരപ്പെടണം, ദൈവരാജ്യം സമീപമായിരിക്കാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം, യേശു ക്രിസ്തു ദൈവമാണെന്നും ദൈവപുത്രനെന്നും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്നും തന്റെ മക്കളെ ചേർക്കുവാൻ വരുന്നു എന്നും ഉള്ള വിഷയത്തെ ദൈവവചനത്തിലൂടെ സുവിശേഷീകരിക്കണം എന്ന് പത്രോസും പൗലോസും വിശദീകരിച്ച് പറയുക. ദൈവവചന പ്രഘോഷണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ദൈവവചനമനുസരിച്ച് ദൈവരാജ്യത്തിന് അവകാശികളായി തീരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ്. അത് തന്നെയാണ് ഇന്ന് അനന്തകോടി വിശുദ്ധന്മാർ 1-ാം നൂറ്റാണ്ട് മുതൽ ഈ 21-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭ കാലഘട്ടങ്ങൾ വരയ്ക്കും അനേക ദൈവദാസന്മാരിലൂടെ ദൈവം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ചില വിഭാഗക്കാർ, ഈവൻ ക്രിസ്ത്യാനികൾ കൂടെ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, എല്ലാ മതങ്ങളും ദൈവത്തിലേക്കുള്ള ഒരു വഴിയാണ്, റോഡാണ്. അങ്ങനെ മതങ്ങൾ പലതും അങ്ങനെ പ്രസ്താവിക്കുമ്പോൾ ക്രിസ്തീയ ഗോളത്തിൽ പല ക്രിസ്തീയ നേതാക്കന്മാരും അതിനെ അംഗീകരിച്ചുകൊണ്ട് അവരും പറയുന്നു, രക്ഷ എന്നുള്ളത് ക്രിസ്തീയ മതത്തിൽ മാത്രമല്ല, യേശു ക്രിസ്തുവിലൂടെ മാത്രമല്ല, മറ്റുള്ള എല്ലാ മതങ്ങളിലൂടെയും രക്ഷ ഉണ്ട് എന്ന് അവർ സമ്മതിക്കുന്നു, അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു, അവരുടെ സ്ഥാപനങ്ങളിൽ അതിനെക്കുറിച്ച് അവർ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവവചനം എന്താണ് പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് താൻ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്, മറ്റൊരുത്തനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ടിട്ടുള്ള യേശു എന്നുള്ള നാമമല്ലാതെ വേറൊരു നാമം നൽകപ്പെട്ടിട്ടില്ല എന്ന് വെച്ചാൽ യേശുക്രിസ്തു എന്ന നാമത്തിലൂടെ അല്ലാതെ ഒരുത്തർക്കും രക്ഷയില്ല, അവൻ രക്ഷിക്കപ്പെടുകയില്ല എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വാക്യത്തെ കയ്യിൽ വെച്ചിട്ടാണ് അവർ പറയുന്നത് എല്ലാ മതങ്ങളിലും രക്ഷ ഉണ്ടെന്ന്. ഇത് ആശ്ചര്യമല്ല. കാരണം ദുരുപദേശങ്ങളും
സത്യ തിരുവചന ഉപദേശങ്ങളെ മറച്ചു കളയുന്നവരും ലോകത്തിൽ അവിടെ എഴുന്നേറ്റ് വരുമെന്ന് യേശുവും അപ്പോസ്തലന്മാരും പ്രസ്താവിച്ചതുപോലെ തന്നെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായി പോയി എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ലോകത്തിൽ വിവിധമായുള്ള പ്രസംഗങ്ങളുണ്ട്. രാഷ്ട്രീയ പ്രസംഗങ്ങളുണ്ട്, മതപരമായുള്ള പ്രസംഗങ്ങളുണ്ട്. ഓരോ മതങ്ങളും അവരുടേതായ രീതിയിൽ അവരുടെ ഗ്രന്ഥങ്ങളെ വെച്ച് അവരെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു മനുഷ്യനെ യഥാർത്ഥ ദൈവവിശ്വാസിയായി മാറ്റണമെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ തക്കവണ്ണം, ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ അത് ദൈവവചനത്താൽ മാത്രമേ കഴിയുകയുള്ളൂ. ബൈബിളിൽ കൊടുക്കപ്പെട്ടിരിക്കുന്ന തിരുവചനത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ, മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, യേശുക്രിസ്തുവിലേക്കുള്ള വിശ്വാസം അംഗീകരിപ്പാനും ദൈവത്തെ വിശ്വസിപ്പാനും കഴിയുന്നത് ബൈബിൾ എന്ന് പറയുന്ന തിരുവചനങ്ങളാണ്. ക്രിസ്തു എന്ന് പറയുന്നത് ഇന്ന് ഒരു വിനോദ അനുഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലയളവാണ്. ക്രിസ്തു എന്ന് പറയുന്നത് വിനോദ സംഭവങ്ങളെ കൊണ്ടുള്ള സ്ഥലമല്ല. നേരെ മറിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രൂപാന്തരം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ക്രൈസ്റ്റ് ഈസ് നോട്ട് എ പ്ലേസ് ഓഫ് എന്റർടൈൻമെന്റ് ബട്ട് എ ട്രാൻസ്ഫോർമേഷൻ. ഒരു രൂപാന്തരത്തിലേക്ക് മനുഷ്യനെ നയിക്കുവാൻ കഴിയുള്ള ഒന്നാണ് ദൈവത്തിന്റെ തിരുവചനം എന്ന് പറയുന്നത്. പക്ഷേ അബദ്ധവശാൽ ഇന്ന് ക്രിസ്തീയ സഭകളിൽ പോലും ആരാധനകളിൽ ഇന്ന് വിനോദമായുള്ള അനുഭവങ്ങൾ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്തീയ കോളങ്ങളിൽ പല സ്ഥലങ്ങളിൽ ദൈവജനം കൺകൂടാ ഇന്നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാധന സ്ഥലങ്ങൾ ഇന്ന് ഡാൻസും കളിയും, സിനിമാ നടിമാർ ഡാൻസ് ആടി കളിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആലയങ്ങളിൽ പാട്ടും കൂത്തും അട്ടഹാസങ്ങളും ആത്മീയത എന്ന് പറഞ്ഞ്, ആരാധന എന്ന് പറഞ്ഞ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തെ ആരാധിക്കേണ്ടതായ ആരാധന സ്ഥലങ്ങൾ സിനിമാ നടന്മാരെ പോലെ, സിനിമാ നടിമാരെ പോലെയുള്ള ഡാൻസ് കളിക്കേണ്ട, എന്റർടൈൻമെന്റ് ചെയ്യപ്പെടുന്ന വിനോദമായുള്ള അനുഭവങ്ങളാൽ സഭയെ പ്രലോഭിക്കുന്ന അനുഭവങ്ങളല്ല, മറിച്ച് മാനസാന്തരത്തിലേക്ക് നയിക്കുവാനുള്ള, ക്രിസ്തുവിലേക്ക് നയിക്കുവാനുള്ള, നിത്യരാജ്യത്തിലേക്ക് നയിക്കുവാനുള്ള പത്യോപദേശങ്ങളും സത്യോപദേശങ്ങളും വിളിച്ചറിയിക്കപ്പെടേണ്ട സ്ഥലമാണ് ദൈവസഭ എന്ന് പറയുന്നത്. വളരെ ദുഃഖകരമാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ചില ക്രിസ്തീയ സഭകളിൽ നടക്കുന്ന കുത്താട്ടങ്ങളൊക്കെ. ഇതിനെല്ലാം ഒരു അറുതി വരാനുള്ള കാലങ്ങൾ നെരിക്കൊണ്ട് വരുന്നു എന്നുള്ളതാണ് പ്രവാചകനിലൂടെ ദൈവം മുന്നറിയിപ്പ് നൽകിയത്. ഏതായിരുന്നാൽ യേശുക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ വരവിന് മുൻപ് ഈ ലോകത്തിൽ ക്ഷാമം, ആഹാരക്ഷാമം വർദ്ധിക്കുന്നത് മാത്രമല്ല, ആത്മീക ക്ഷാമവും വർദ്ധിക്കുവാൻ പോകുകയാണ്. എന്ന് വെച്ചാൽ സുവിശേഷ വചനം കേൾക്കുവാൻ കഴിയാതെ ഒരു മനുഷ്യൻ ഒരു സമുദ്രം തൊട്ട് മറു സമുദ്രം വരയ്ക്കും വചനം കേൾക്കുവാനുള്ള ആർത്തിയോട് ഉഴന്ന് നടക്കുന്ന, ഓടി നടക്കുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ് പ്രവാചകൻ മുന്നറിയിച്ചത്. പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിപ്പോകും, ഇതെന്താ മണ്ടത്തരം വിളിച്ചു പറയുന്നത്? ഇന്ന് സുവിശേഷം എല്ലായിടത്തും വളരെ അനുഗ്രഹമായി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ.
ഇതിന് എങ്ങനെയാണ് തടസ്സം സൃഷ്ടിക്കപ്പെടുക എന്നൊക്കെയും ചിന്തിക്കുവാൻ ഇടയുണ്ട്. പക്ഷെ ദൈവവചനം വ്യക്തമാക്കുന്നു, തിരുവചനം കേൾക്കുവാൻ കഴിയാത്ത കാലം കടന്നു വരും കർത്താവിന്റെ വരവിന് മുൻപ്. അതിനെക്കുറിച്ച് യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ തന്റെ ശിഷ്യന്മാരോട് ഒരു കാര്യം പറഞ്ഞു. മത്തായി സുവിശേഷം 9-ാം അധ്യായം 37-ഉം 38-ഉം വാക്യങ്ങളിൽ, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവ് മുന്നറിയിപ്പ് നൽകി, കൊയ്ത്ത് വളരെയേറെ ഉണ്ട്, പക്ഷെ വേലക്കാർ ചുരുക്കം. അതിനെ തന്നെയാണ് ആമോസ് പ്രവാചകൻ പ്രവചന കണ്ണാടിയിലൂടെ കണ്ടപ്പോൾ അദ്ദേഹം എടുത്തു പറയുകയാണ്, ആഹാരത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, തിരുവചനം കേൾക്കുവാൻ കഴിയാത്ത ക്ഷാമം കടന്നു വരുവാൻ പോകുന്നു എന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകി. എന്തുകൊണ്ടാണ് സുവിശേഷം കേൾക്കുവാൻ കഴിയാതെ, ദൈവവചനം കേൾക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് കടന്നു വരുന്നത്? ഒന്നാമത്തെ കാര്യം, യേശു പറഞ്ഞത് കൊയ്ത്ത് വളരെയേറെ ഉണ്ട്, പക്ഷേ വേലക്കാർ ചുരുക്കം. ആ പ്രവചനം അതുപോലെ നിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അനേകർ സുവിശേഷ വേലയ്ക്കു വേണ്ടി, സുവിശേഷീകരണത്തിനു വേണ്ടി, ദൈവവചനം പ്രസംഗിക്കുവാൻ വേണ്ടി മുന്നോട്ടു വരുവാൻ വളരെ വിസമ്മതം കാണിക്കുന്ന ഒരു കാലമാണ്. ഇന്ന് നമ്മുടെ കണ്ണു മുൻപിൽ കാണുന്നത് പോലെ ധാരാളം ദൈവദാസന്മാർ ലോകത്തിന്റെ എമ്പാടുമുണ്ട് എന്നുള്ളത് ദൃശ്യമാണ്. പക്ഷേ ഈ സമീപ കാലഘട്ടങ്ങളിൽ സുവിശേഷ വേലയ്ക്കു വേണ്ടി സമർപ്പിക്കുന്ന വിളി ഉള്ളവർ പോലും, ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവർ പോലും ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാതെ പുറകിലോട്ട് പോകുന്ന ഒരു പ്രവണത, ഒരു അനുഭവം ഈ കാലഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മുൻപ് 900, 1000, 500, 700, 200, 100 എന്നുള്ള കണക്കുകൾ ഓരോ ബൈബിൾ കോളേജുകളിലും ദൈവവചന പഠനത്തിനായി പോയ ഒരു കൂട്ടം ചെറുപ്പക്കാരികൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചാൽ ഏത് ബൈബിൾ കോളേജ് നോക്കിയാലും അവിടെയെല്ലാം ദൈവവചന പഠിക്കാനുള്ള സമർപ്പണമുള്ള ബൈബിൾ കോളേജിൽ കടന്നു വരുന്ന വ്യക്തികൾ വളരെ ചുരുക്കമാണ്, വളരെ കുറവാണ്. 1000, 900 കുഞ്ഞുങ്ങൾ വന്ന് പഠിച്ച ബൈബിൾ കോളേജുകളിൽ ഇന്ന് 200, 300 കുഞ്ഞുങ്ങൾ ദൈവവചന പഠനത്തിനായി ബൈബിൾ കോളേജിൽ വരുന്നവർ ഇന്ന് 50, 75 മാറിയിരിക്കുക. 50, 75 പിള്ളേർ കടന്നു വന്ന് ദൈവവചനം പഠിക്കുന്ന ബൈബിൾ കോളേജുകൾ ഇന്ന് 8, 10, 15 പിള്ളേരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല ബൈബിൾ കോളേജുകളും പഠിക്കുവാൻ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് അടച്ചുമൂടുന്ന ഗതികേടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില ബൈബിൾ കോളേജുകളാകട്ടെ ഓൺലൈൻ പഠനങ്ങളിലൂടെ അവർ ആ കാര്യങ്ങൾ ചെറുതായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ബൈബിൾ കോളേജുകൾ മാത്രമല്ല, വിളിക്കപ്പെട്ട ദൈവജനം പോലും സുവിശേഷ വേലയ്ക്കായി ഇറങ്ങുന്നത് വളരെ വിരളമായി മാറിക്കൊണ്ടിരിക്കുന്നു. വേലക്കാർ ചുരുക്കം, യേശു പറഞ്ഞതുപോലെ. രണ്ടാമത്തത്, സുവിശേഷ വേലയ്ക്കായി ദൈവദാസന്മാരുടെ മക്കൾ പോലും ദൈവവേല ചെയ്യുവാൻ അവർക്ക് ആഗ്രഹമില്ലാതെ അതിനെ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ വിവിധമായുള്ള ജോലികളെ തേടി. അതിന്റെ കാരണം അവിടെ പിതാക്കന്മാരൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരൊക്കെയും വളരെ കഷ്ടത്തിലൂടെ ദൈവവചനം പ്രസംഗിച്ചും സുവിശേഷ വേല ചെയ്തും കഷ്ടപ്പാടുകൾ അനുഭവിച്ചും കണ്ടത് അവിടെ കണ്ണുകൊണ്ട് കണ്ട് അനുഭവിച്ചത് കൊണ്ട്
ഞങ്ങൾക്ക് അങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിപ്പാൻ കഴിയുകയില്ല എന്നുള്ള ചിന്തയോട് ദൈവവചനം പ്രസംഗിക്കുക എന്നുള്ള ദൗത്യം വിട്ടുകളഞ്ഞ് അവർ ലോകത്തിലേക്കുള്ള ജീവിത പ്രശ്നത്തിലുള്ള ജോലികൾക്ക് വേണ്ടി അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ക്രിസ്തുവിന് വേണ്ടി സുവിശേഷീകരണത്തിനായി സമർപ്പിക്കപ്പെടുന്നവർ, വിളിക്കപ്പെടുന്നവർ, അവർക്ക് വളരെയേറെ കഷ്ടപ്പാടുകൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഉപദ്രവങ്ങൾ കടന്നു വരും. അതിനെ സഹിക്കുവാനുള്ള മനോഭാവം ഇല്ലാതെയും അനേകർ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചന പ്രഘോഷണത്തിനായി അവർ മുൻതൂക്കം കൊടുക്കുന്നില്ല. ക്രിസ്തുവിന്റെ നാമത്തിനിമിത്തം കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും ഉപദ്രവങ്ങളെയും ഞെരുക്കങ്ങളെയും അനുഭവിപ്പാൻ ഞങ്ങളെ കൊണ്ട് കഴിയുകയില്ല എന്ന് വെച്ച് അനേകർ മാറിക്കൊണ്ടിരിക്കും. ബൈബിൾ കോളേജുകളിൽ 2, 3, 5 വർഷം പഠിച്ച അനേക ദൈവമക്കൾ, ദൈവവചന പഠിതാക്കൾ സുവിശേഷ വേല ചെയ്യുവാൻ, ദൈവവചനം പ്രസംഗിക്കുവാൻ കഴിയാതെ അവരതെല്ലാം വിട്ട് ലോകത്തിന്റെ വഴിയിലേക്ക്, ലോകത്തിന്റെ മാർഗത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു ചുരുക്കം ദൈവഭക്തന്മാർ, സമർപ്പണമുള്ളവർ, ഏത് കഷ്ടത വന്നാലും, ഏത് തടസ്സങ്ങൾ വന്നാലും ദൈവവചന പ്രഘോഷണം വളരെ ശക്തിയായി ഇന്ന് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേളക്കരയിൽ സംബന്ധിച്ച് എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു വിഷയമാണ്. ഉന്നതന്മാരായ അനേക ദേവദാസന്മാർ, അനേക കൺവെൻഷൻ പ്രാസംഗികന്മാർ പോലും തെരിക്കോണുകളിൽ നിന്നുകൊണ്ട്, ഖബറുകളിൽ നിന്നുകൊണ്ട്, മയക്കം പിടിച്ചുകൊണ്ട് ദൈവവചനം പ്രഘോഷണം ചെയ്യുന്ന കാണുമ്പോൾ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നുണ്ട്. കാരണം അവർക്ക് ദൈവം കൊടുത്ത ദൗത്യത്തെ അവൻ നിറവടിയായി ചെയ്യുന്നു. കർത്താവ് അവരെ മേൽക്കുമേൽ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ശക്തമായി എൻ്റെ ദൈവം കരങ്ങളെടുക്കട്ടെ. നമുക്ക് അതിനായി അവർക്കായി പ്രാർത്ഥിക്കാം. അടുത്തതായി, സുവിശേഷീകരണം ഈ ലോകത്തിൽ സഭയിലൂടെ മാത്രമല്ല, മറ്റുമുള്ള യോഗങ്ങളിലൂടെ മാത്രമല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും വളരെ ശക്തമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്സാപ്പിലൂടെ, യൂട്യൂബിലൂടെ, ടെലിവിഷനിലൂടെ, മറ്റും പല മാധ്യമങ്ങളിലൂടെ തിരുവചനങ്ങൾ പ്രഘോഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സുവിശേഷം കേൾക്കുവാൻ കഴിയാത്ത കാലഘട്ടം വരുന്നതിന് കാരണമായി തീർന്നിരിക്കുന്ന ഒരു കാരണവും ഇന്ന് പല സ്ഥലങ്ങളിൽ പരസ്യങ്ങളായിരുന്നാലും, ലഘുലേഖകൾ വിതരണമായിരുന്നാലും, മറ്റുമുള്ള മാധ്യമങ്ങളിലൂടെ ചെയ്യുന്ന പ്രഘോഷങ്ങളായിരുന്നാലും, അതിനെല്ലാം ഇപ്പോൾ വളരെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൊറോണ കാലഘട്ടത്തിന് ശേഷം പബ്ലിക്കിലുള്ള സുവിശേഷീകരണം എന്നുള്ളത് വളരെ വിരളമായി അവിടെ മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന സുവിശേഷീകരണവും എപ്പോൾ ഈ തടസ്സപ്പെടും എന്ന് ആർക്കും പറഞ്ഞറിയിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ തടസ്സം ഉണ്ടാകുമെങ്കിൽ ടെലിവിഷൻ, യൂട്യൂബ് പോലെയുള്ള, വാട്സാപ്പ് പോലെയുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന പല സുവിശേഷീകരണങ്ങളും തടസ്സപ്പെടുമെങ്കിൽ സുവിശേഷം കേൾക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കടന്നു വരാൻ അതും ഒരു കാരണമായി തീരും. അപ്പൊ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എന്ന് ഒരുപക്ഷെ ചിന്തിക്കുമെങ്കിൽ തെറ്റുപറ്റിപ്പോയി. 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സുവിശേഷീകരണത്തിനു വേണ്ടി വളരെ എതിർപ്പുകളും ശക്തമായ തടസ്സങ്ങളും സൃഷ്ടിക്കപ്പെട്ട ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിക്കപ്പെടുന്ന സുവിശേഷങ്ങളിൽ ഇപ്പോൾ ഏറ്റവും ഒരു മാരക രോഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് സുവിശേഷീകരണമല്ല, ദൈവവചന പ്രഘോഷണത്തിനല്ല ചിലർ പ്രാധാന്യത കൊടുക്കുന്നത്. മറിച്ച് അവരുടെ സ്ഥാപനങ്ങളിൽ, അവരുടെ സഭകളിൽ
നടക്കുന്ന ദൈവദാസന്മാരോ വിശ്വാസികളോ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെ വീഡിയോ പിടിച്ച് അതിനെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തി അവർ സുവിശേഷം അറിയിക്കല്ല ചെയ്യുന്നത്. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് അതിനെ എടുത്ത് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ച് ദൈവനാമം ദുഷിപ്പിക്കും. ദൈവവചനത്തിന് വിരുദ്ധമായുള്ള അനുഭവങ്ങൾ ഇന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ദുഃഖകരമാണ്. അവരതിന് ഉപയോഗിക്കുന്ന ഒരു മാർഗമുണ്ട്. യേശു കുറ്റം കണ്ടപ്പോൾ മറച്ചു വെച്ചില്ല, അതിനെ പരസ്യപ്പെടുത്തി ഖണ്ഡിച്ച്. അപ്പോസ്തലന്മാർ ദൈവജനത്തിന്റെ ഇടയിൽ കാണപ്പെട്ട കുറ്റങ്ങളെ കണ്ട് മറച്ചു വെച്ചില്ല, അവർ പരസ്യപ്പെടുത്തി. അതുകൊണ്ട് ദൈവസഭയിൽ നടക്കുന്ന ദൈവജനത്തിന് നിരക്കാത്ത അനുഭവങ്ങൾ, ജീവിതങ്ങൾ, അതിനെ ഞങ്ങൾ പരസ്യപ്പെടുത്തുന്നു എന്നാണ് അവിടെ വാദം. പ്രിയ സ്നേഹിത, യേശുക്രിസ്തു ചെയ്തത് പരുഷന്മാരുടെ സാധുക്യന്മാരുടെയും ഉപദേശത്തെയും മായ ജീവിതത്തെയും യേശു ഖണ്ഡിച്ചു. അപ്പോസ്തലന്മാർ ദുരുപദേശത്തെയും സഭകളിൽ നടന്ന മറ്റുള്ള കാര്യങ്ങളെയും സഭയെ തിരുത്തുവാൻ വേണ്ടി അവർ അറിയിച്ച് ലേഖനങ്ങളിൽ കൂടി അതിനെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് നടക്കുന്നത് എന്താണ്? അങ്ങനെയുള്ള അനുഭവങ്ങൾ, സഭകളിൽ വരുന്ന പാഴ്ചകൾ, ദേവദാസന്മാരിൽ വരുന്ന പാഴ്ചകൾ, വിശ്വാസികൾ വരുന്ന പാഴ്ചകൾ, അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ നടപടിയായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ വായിക്കുമ്പോൾ, അതിനെ കേൾക്കുമ്പോൾ, അതിനെ ഗ്രഹിക്കുമ്പോൾ, അതിനെ ഗ്രഹിച്ച് അതനുസരിച്ചാൽ മതി എന്നുള്ള നിലയിൽ വേദപുസ്തകം എഴുതി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവർ സുവിശേഷം എന്നുള്ള പേരിൽ കുറ്റാരോപണങ്ങളെ, സഭകളിൽ, സ്ഥാപനങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ വീഡിയോ പിടിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ അപമാനഘോലമാക്കി തീർക്കുന്ന പ്രവണത ഈ സുവിശേഷീകരണമില്ല. ഇത് അട്ടൂളിയ സുവിശേഷമാണ്. പരസ്യമായി ഖണ്ഡിക്കേണ്ടത് ദുരുപദേശത്തെ, ജീവിതങ്ങളിൽ വരുന്ന പരാജയങ്ങളെയും തെറ്റുകളെയും ഖണ്ഡിക്കേണ്ടത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അല്ല, യേശുവിന്റെ ഉപദേശം പോലെ നേരിട്ട് ചെന്ന് പറ. അത് കഴിയുന്നില്ലെങ്കിൽ 2-3 സാക്ഷിയോട് ചെന്ന് പറ. അതല്ല എങ്കിൽ സഭയിൽ അറിയിക്കുക. ഇന്ന് പലരും പറയുന്നത് ഞങ്ങൾ കളയെടുക്കുകയാണ്. സഹോദര, കളയെടുക്കുന്ന ജോലി ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. ദൈവവചനം പ്രസംഗിക്കുവാനാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവവചനം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നടപടിയായി ചെയ്യുക. ഇന്ന് ചില സ്ഥാപനങ്ങളിൽ നടക്കുന്ന ചില സംഭവങ്ങൾ പണപരമായ വിഷയമായിരുന്നാലും, സഭാ നേതാക്കന്മാരിൽ വരുന്ന പരാജയങ്ങളായിരുന്നാലും, സഭകളിലുള്ള ചില വിഷയങ്ങളായിരുന്നാലും, അവർ കൊള്ളയടിക്കുന്നു, അവർ കള്ളന്മാരാണ്, അവർ നീചന്മാരാണ്, അതുകൊണ്ട് അവർ അംഗീകരിക്കരുത് എന്ന് പറഞ്ഞ് ദൈവജനത്തിന് വിരോധമായി, സഭാ നേതൃത്വത്തിന് എതിരായി, ദൈവമക്കൾക്ക് എതിരായി സുവിശേഷ വേല ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവജനത്തെ പരസ്യകോലമാക്കുന്നത് യേശുവിന്റെ സ്നേഹത്തിന് മുൻപിൽ യോഗ്യമാണോ എന്ന് സഹോദരാനോ ചിന്തിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന സഭാ നേതാക്കന്മാരുടെ പണപരമായ വിഷയങ്ങൾ, നേതൃത്വപരമായ വിഷയങ്ങൾ, അതിനെ നമ്മുടെ കേരളത്തിലുള്ള ഒരു യുവ ദൈവദാസൻ, ഞാൻ ദൈവദാസന്മാരെ വളരെ മാനിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് വളരെ ഭയത്തോടുകൂടി ഞാൻ അതിനെ ഒന്ന് ഓർപ്പിക്കട്ടെ. ഒരു യുവ ദൈവദാസൻ വാട്സാപ്പിലൂടെ അവന്മാർ കള്ളന്മാരാണ്, കള്ള നേതാക്കന്മാരാണ്, ചതിയന്മാരാണ്, പണമോഷ്ടാക്കന്മാരാണ്, നേതൃത്വം പിടിക്കുവാൻ അവരൊക്കെയും അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പറയുന്ന, വാട്സാപ്പിലൂടെ ഇതൊക്കെ അറിയിക്കുന്ന സ്നേഹിത, മാന്യ ദൈവദാസനെ, നിനക്കും അവരിൽ നിന്ന് കുറച്ച് പണം നിനക്കും കിട്ടിയിരുന്നെങ്കിൽ
നീ അവർക്ക് വേണ്ടി കൊടി പിടിക്കുമായിരുന്നു. നിനക്കും ആ സ്ഥാപനത്തിൽ പ്രത്യേക ചില പദവികൾ നിനക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ നീയും അത് ചെയ്യുമായിരുന്നു. പക്ഷെ അത് നിനക്ക് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ ലഭിക്കാത്തത് കൊണ്ട് സ്ഥാനമാനങ്ങളും പണവും മറ്റുമുള്ള ആനുകൂല്യങ്ങളും ലഭിക്കാത്തത് കൊണ്ടാണ് സഭാ നേതൃത്വത്തെയും അവരുടേതായ ജീവിതത്തിലുള്ള വാഴ്ചകളെയും പിടിച്ച് വീഡിയോ പിടിച്ച് വാട്സാപ്പിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ, യൂട്യൂബിലൂടെ അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് കാണുന്നത് ആത്മീയർ മാത്രമല്ല സ്നേഹിത, ലോകത്തിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ ഇതൊക്കെ കാണും. ഇത് കാണുമ്പോൾ അവർ ഉടൻ തന്നെ വിലയിരുത്തും, ക്രിസ്തീയ ഗോളവും അഴിമതിയുടെ ഗോളമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നും, ഇവരെങ്ങനെ വിട്ടുവെച്ചാൽ ശരിയാകത്തില്ല എന്നും. സുവിശേഷീകരണത്തിന് ഒരു തടസ്സം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ തടസ്സം ചെയ്തു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? സുവിശേഷ ക്ഷാമം വരാൻ അതും ഒരു കാരണമായി തീരും. അതുകൊണ്ട് യുവ ദൈവദാസന്, നീ യൂദാ ഇസ്കാരിയോത്തിന്റെ സുവിശേഷ വില ചെയ്യരുത്. കോരഗ്, അബ്രാം, ദാദാൻ എന്നുള്ളവരുടെ സുവിശേഷ വില ചെയ്യരുത്. നല്ല ദൈവകൃപയുള്ള ദൈവദാസനാനി. നിനക്കേൽപ്പിച്ചത് കുറ്റം കണ്ടുപിടിച്ച് പരസ്യപ്പെടുത്തി മാറുവാനല്ല ദൈവം നിന്നെ അഭിഷേകം ചെയ്തത്, വിളിച്ചു വേർതിരിച്ചത്. ദൈവവചനം കേൾക്കുവാൻ കഴിയാത്ത കാലം വരാൻ പോകുന്നു. ആ പ്രവചനം നിന്നിലൂടെ നിവർത്തിക്കപ്പെടുവാൻ ഇടയാകരുത്. നിന്റെ വേല ദൈവവചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും. അവരെ കുറ്റം പറഞ്ഞു നടന്ന എന്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ദൈവത്തിന്റെ സ്ഥാനത്തിൽ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ നിന്ന് ഓർപ്പിക്കട്ടെ. ഇതെല്ലാം മറ്റുള്ള ആളുകൾ കാണുമ്പോൾ ക്രിസ്തീയ ഗോളവും അഴിമതിയുടെ ഗോളമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വഴിയിലൂടെയുള്ള സുവിശേഷ പ്രഘോഷണങ്ങളെയും തടസ്സപ്പെടുത്തണം എന്ന് അവർ തീരുമാനിച്ചാൽ TV പ്രോഗ്രാം നഷ്ടപ്പെടും, യൂട്യൂബ് പ്രോഗ്രാം നഷ്ടപ്പെടും, വാട്സാപ്പിലൂടെയുള്ള പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടും, മറ്റും മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടും. അതിന് നീ ഒരു തടസ്സമല്ലായിരിക്കരുത്. അതുകൊണ്ട് സ്നേഹിത, നീ വചനം പ്രസംഗിക്കുക. മറ്റുള്ള കുറ്റങ്ങളെ കണ്ടുപിടിച്ച് പരസ്യപ്പെടുത്തുന്ന അന്യായ ശുശ്രൂഷ ചെയ്യുവാൻ, പിശാചിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ തുണിയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാം എല്ലാവരും ഒരു നാൾ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടി വരും. അപ്പൊ ഈ അഴിമതികളെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം എന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് നേരിട്ട് ദൈവമക്കളെ അവരവരെ ബോധ്യപ്പെടുത്തി, അവരനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും ദൈവങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ദൈവം നിനക്ക് ഏൽപ്പിച്ച സുവിശേഷ പ്രഘോഷണത്തെ ചെയ്യുക. അപ്പോൾ സുവിശേഷീകരണം വിവിധ നിലകളിൽ ഉള്ളത് തടസ്സപ്പെടുമെങ്കിൽ ഇന്ന് അനേകർ ദൈവവചനം കേൾക്കുവാൻ കഴിയാത്ത ക്ഷാമം കടന്നു വരും. ഇനി ആറാമത്തെ കാര്യം, യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് ദൈവവചനം പ്രസംഗിക്കുന്നവർ മാത്രമല്ല, അനേക ദൈവമക്കൾ, വിശ്വാസികൾ പോലും രക്തസാക്ഷികളായി മരിക്കേണ്ട നിലവാരം ഉണ്ടാകും. യേശുക്രിസ്തു പുലിയമലയിലായിരുന്നപ്പോൾ പറഞ്ഞ വരവിന് മുൻപുള്ള അടയാളങ്ങളിൽ ഒരടയാളമാണ് അവർ അന്യോന്യം ഒറ്റിക്കൊടുക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അനേക രക്തസാക്ഷികളായി മരിക്കുകയും ചെയ്യേണ്ട നിലവാരം വരും. അങ്ങനെ അനേക രക്തസാക്ഷികൾ മരിക്കേണ്ട നിലവാരം വരുമ്പോൾ സുവിശേഷീകരണത്തിന്റെ വാതിൽ തടസ്സപ്പെട്ടുകൊണ്ടേ പോകും. വചനം കേൾക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കടന്നു വരും. മത്തായി സുവിശേഷം 24-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും
നിങ്ങളെ പകയ്ക്കും. അപ്പോൾ അനേകർ തമ്മിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും, ഒറ്റിക്കൊടുക്കും. അതുകൊണ്ട് അനേകരെ അവർ കൊന്നുകളയും എന്നാണ് യേശു മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എതിർ ക്രിസ്തു വരുമ്പോൾ അനേകരെ കൊന്നുകളയുവാനുള്ള അധികാരം അവന് കൊടുക്കപ്പെട്ടു എന്നാണ്. അപ്പൊ സുവിശേഷ പ്രഘോഷണത്തിലായിരിക്കുന്ന രക്തസാക്ഷി ഗണത്തിൽ ദൈവം നിയമിക്കപ്പെട്ട അനേക ദൈവദാസന്മാരും വിശ്വാസികളും രക്തസാക്ഷികളായി മരിക്കേണ്ട ഗതികേട് വരുമ്പോൾ സുവിശേഷം അറിയിക്കപ്പെടുന്ന അല്ലെങ്കിൽ തിരുവചനം പ്രസംഗിക്കുവാൻ ആളില്ലാതെ കാണപ്പെടുകയും ആൾ ഉണ്ടെങ്കിൽ പോലും ഉപദ്രവത്തിന് നിമിത്തം അവർ ഒളിച്ചും പതുങ്ങിയും അവിടെ വിശ്വാസം മാത്രം കാത്തി എങ്ങനെയും ജീവിച്ചു പോകുവാനിടയെത്തീരും. വചനം കേൾക്കുവാൻ കഴിയാത്ത കാലഘട്ടങ്ങൾ കടന്നു വരും. സമീപ നാളിൽ നൈജീരിയ എന്നറിയപ്പെടുന്ന രാജ്യത്തിൽ അനേക ക്രിസ്ത്യാനികളെ കൂട്ടക്കുരുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷ വിരോധികൾ അനേക വിശ്വാസികളെ തോക്കുകൊണ്ട് ചുട്ടുകൊല്ലുകയാണ്. നൂറുകണക്കിൽ സഭകളെ കത്തിച്ചു കളഞ്ഞിരിക്കുകയാണ്. മരിച്ച ചടലങ്ങളെ കൂട്ടം കൂട്ടമായി അവർ വാഹനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്നു. നൈജീരിയയിലുള്ള ക്രിസ്ത്യാനികൾ ഇന്ന് രക്തസാക്ഷി മരണത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെപ്പോലും വകവയ്ക്കാതെ കത്തിക്കരിഞ്ഞ് നശിപ്പിച്ച് കിടക്കുന്ന സഭകളിനകത്ത് അനേക ദൈവമക്കൾ കൂടി നിന്ന് കൈയോട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇന്നും നൈജീരിയ ക്രിസ്തീയ രക്തസാക്ഷികൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കും. പല രാജ്യങ്ങളിലും ഇന്ത്യയുടെ വടക്കേ ഇന്ത്യയിലും മറ്റും പല പ്രദേശങ്ങളിലും സുവിശേഷ വിരോധികളാൽ അനേക ദേവദാസന്മാർ കൊല്ലപ്പെടുന്നു, അനേക വിശ്വാസികൾ കൊല്ലപ്പെടുന്നു, അനേക സഭകൾ തീക്ക് ഇരയാക്കപ്പെടുന്നു. കർത്താവിന്റെ വരവിന് മുൻപ് അനേക രക്തസാക്ഷികളായി മരിക്കും. അതിന് അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന അനേക എഴുന്നേൽക്കും. അതിൽ ആത്മീക കുളത്തിലുള്ള ദേവദാസന്മാരും ഉൾപ്പെടും. ഇന്ന് തന്നെ ഇതാ നടക്കുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ധാരാളം ദൈവദാസന്മാർ വിശ്വാസി രക്തസാക്ഷികൾ മരിക്കുമ്പോൾ ശേഷമുള്ളവർക്ക് പരസ്യമായ സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെടുവാൻ ഭയവും ഭീതിയും ഉള്ളതുകൊണ്ട് ഒരുപക്ഷെങ്കിൽ അവരും മറഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ആമോസിലൂടെ ദൈവം അരുളി ചെയ്ത പ്രവചനം കൃത്യമായി നിവർത്തിക്കപ്പെടുവാനിടയായിത്തീരും. എന്റെ വാക്കുകളെ കേൾക്കുന്ന ശ്രവിക്കുന്ന ദൈവ പൈതലേ, ആഹാരം കിട്ടാത്ത ക്ഷാമം മാത്രമല്ല വരാൻ പോകുന്നത്. ദൈവവചനം കേൾക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം കടന്നു വരുമെന്ന് ആമോസ് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തത് താമസമെന്ന് സംഭവിക്കുവാൻ പോകുകയാണ്. ഇത് കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, താമസമെന്ന് കർത്താവിന്റെ വരവിന് മുൻപ് ദൈവവചനം കേൾക്കുവാൻ കഴിയാത്ത കാലഘട്ടം കടന്നു വരാൻ പോകുകയാണ്. യേശു പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. വേലക്കാർ ചുരുക്കം, കൊയ്ത്തോ വളരെ ഉണ്ട്. ഇന്ന് വേലക്കാർ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ യേശുവിന്റെ പ്രവചനം നിറവേറിക്കൊണ്ടിരിക്കുക. 2 സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നവർ വിരളമാണ്. ദൈവജന പഠനത്തിനായി ബൈബിൾ കോളേജിൽ വരുന്നവർ വളരെ വിരളമാണ്. വചനം പഠിച്ചവരും സുവിശേഷ വേല ചെയ്യാതെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. 2 ജീവിത പ്രശ്നം, ലോകത്തിൽ ഉള്ള ജീവിത പ്രശ്നങ്ങളാൽ ജീവിക്കാൻ മാർഗമില്ല എന്ന് വെച്ച് ദൈവജന പ്രഘോഷണത്തെ നിർത്തിപ്പോകുന്ന ഒരു കൂട്ടം. ക്രിസ്തുവിന് യേശുവിന് നിമിത്തം വരുന്ന കഷ്ടപ്പാടുകൾ സഹിപ്പാൻ ഞങ്ങളെ കൊണ്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു കൂട്ടം. തനിയുമല്ല,
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന സുവിശേഷീകരണവും അതും എപ്പോഴാണ് തടസ്സപ്പെടുമെന്ന് പറയാൻ കഴിയുകയില്ല. അതിന് ആത്മീകരെന്ന് പറയുന്നവർ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരും പോലും അതിന് വഴിതെളിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതും തടസ്സപ്പെടാനുള്ള കാലം കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി അനേക രക്തസാക്ഷികളായി മാറുന്നത് കൊണ്ടും സുവിശേഷീകരണത്തിന് വളരെ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. യേശു പറഞ്ഞതുപോലെയും ആമോസ് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തതുപോലെയും ഒരു സമുദ്രം തൊട്ട് മറുസമുദ്രം വരേക്കും വചനം കേൾക്കാനുള്ള ആർത്തിയോട് മനുഷ്യൻ ഓടുന്ന കാലം കടന്നു വരുമെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ സംഭവിക്കേണ്ട കാലം നെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദേവദാസനെ, പ്രിയ വിശ്വാസിയെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്വാതന്ത്ര്യ നാളുകളിൽ നമുക്ക് ദൈവവചനം ശക്തമായി, അതിശക്തമായി പ്രഘോഷിക്കാം, പഠിപ്പിക്കാം, പ്രസംഗിക്കാം. ഏത് സ്ഥാനത്തിൽ എവിടെ നിന്നാലും പ്രവർത്തിച്ചാലും കർത്താവിന്റെ തിരുവചനങ്ങളെ ധൈര്യത്തോട് പ്രസ്താവിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. കർത്താവിനെ അവർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് വില ചെയ്യുന്നവനും ചെയ്യാത്തവനും തമ്മിലുള്ള വ്യത്യാസം ആ നാൾ കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ദൈവം തന്ന ദൗത്യങ്ങളെ, ദൈവജന പ്രഘോഷണത്തെ നിറപടിയായി ചെയ്ത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത വീഡിയോയിൽ അടുത്ത വിഷയവുമായി കടന്നു വരയ്ക്കും. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ കാത്തു പരിപാലിക്കട്ടെ. മാരനാഥ. May God bless you.